ദുബായിൽ പോയി ജോലി ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. എങ്കിലും ഒരു കാര്യം ചെയ്യാം. എന്താ? നമുക്കേ ജോലിക്കാണെന്ന് പറഞ്ഞ് ദുബായിക്ക് പോവാം. മൊത്തത്തിലൊന്ന് കറങ്ങി കുറച്ചു മാസം കഴിയുമ്പോ ജോലി റിസൈൻ ചെയ്ത് തിരിച്ചു വരാം. എനിക്ക് ദുബായിലൊന്ന് കറങ്ങുകയും ചെയ്യാം, രാജുവിന് രാമകൃഷ്ണൻ അങ്കിളിനെ വെറുപ്പിക്കാതിരിക്കുകയും ചെയ്യാം. ശരിയാണല്ലോ. പക്ഷെ ദുബായിക്ക് പോവാനേ നമ്മുടെ മാരേജ് രജിസ്റ്റർ ചെയ്യണമെന്നല്ല അവരുടെ നിബന്ധന. അതെ. അങ്ങനെ മാരേജ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാ പിന്നെ ഋതിക മാഡത്തിന് എന്റെ ലൈഫിൽ നിന്ന് അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ല. വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞാ ലീഗലായിട്ട് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാവും. പിന്നെ നമുക്ക് പിരിയണമെങ്കിൽ ഡിവോഴ്സിന് അപേക്ഷിക്കേണ്ടി വരും. അതിന് ഡിവോഴ്സിന് ഞാൻ സമ്മതിച്ചാലല്ലേ? എന്താ? അതിനെന്താ, ആവശ്യമുള്ളപ്പോ നമുക്ക് ഡിവോഴ്സ് ചെയ്യാലോ. ഋതിക മാഡത്തിന് എല്ലാം തമാശ, ഒരു സീരിയസ്നെസ്സും ഇല്ല. ഇതൊക്കെ പറയാൻ വലിയ എളുപ്പ, പ്രാവർത്തികമാകുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്. അതൊന്നും എനിക്ക് അറിയില്ല രാജു. വേണു അങ്കിളിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. വേണു അങ്കിള് ഈ വീട്ടിലെ ഗൃഹനാഥൻ. അങ്കിള് പറയുന്നത് എന്താണെങ്കിലും അത് ഞാൻ അനുസരിക്കും. രാജു എന്താണെന്ന് വെച്ചാ ചെയ്യും. ഞാനേ ഈ ഡ്രസ് ഒന്ന് മാറാൻ പോവാ. ഇവിടെ നിന്നല്ല, എന്റെ റൂമിന്ന്. നമ്മുടെ വിവാഹം നടന്നതിന്റെ തെളിവിന് മാരേജ് സർട്ടിഫിക്കറ്റും അപേക്ഷയുടെ കൂടെ ഒരു വിവാഹ ഫോട്ടോയും കൂടി കൊടുക്കണമെന്ന്. ഫോട്ടോഗ്രാഫർ ഇപ്പൊ വരും. റെഡിയായി നിക്കാൻ പറഞ്ഞു വേണുവെങ്കില്. അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവത്തെ? ഇവരെല്ലാരും കൂടി എന്തിനുള്ള പുറപ്പെടാ ദൈവമേ. രാമകൃഷ്ണ, തന്നോട് ഈ ഉപകാരത്തിന് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എടോ, ഞാൻ തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, നമുക്കിടയിലെ ഇങ്ങനെ ഒരു ഫോർമാലിറ്റീസിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. തനിക്ക് പ്രായമായപ്പോ കാര്യമായിട്ടെന്തോ പറ്റി, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ജയ കേട്ടോ, ഈ വേണു ഞാനും എന്ന് പറഞ്ഞ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാ. എന്റെ പേര് രാമകൃഷ്ണൻ എന്നാണല്ലോ. പക്ഷെ എന്റെ അമ്മ ചെറുപ്പത്തിൽ പറയുമായിരുന്നു വേണുകൃഷ്ണന്മാർ ബലരാമന്മാരാണെന്ന്. ഒക്കെ മറന്നു ഇവൻ. ഇപ്പൊ എന്നെ അന്യനായിട്ട് കാണുന്നത് കൊണ്ടാവും ഈ നന്ദി പറച്ചിലും ബഹുമാനവും ഒക്കെ, അല്ലേടോ? ചെറുപ്പത്തിലേക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ആളുകളുടെ നിലയും വിലയും നോക്കി വേണ്ടേ പെരുമാറ്. കേട്ടില്ലേ, ഇയാളോട് ഞാൻ എന്താ പറയേണ്ടത്? നമ്മുടെ രജിസ്ട്രേഷൻ പ്ലാൻ നടക്കുമല്ലോ വെച്ചാ. രാജു വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കൂലല്ലോ. നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടും അവൻ സമ്മതിച്ചുകൊണ്ടും മുടക്കമൊന്നും ഉണ്ടാവാതിരിക്കാനാണ് സാധ്യത. എടോ, നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് രാജുവിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ ഒരുപക്ഷെ അത് നടക്കാതെ വന്നേനെ. ജയന്റെ കൃത്യമായ ഇടപെടലാണ് നമുക്ക് സഹായമായത്. നിങ്ങളൊരു കാര്യം പറയുമ്പോ, അതും അളിയന്റെ നല്ല കാര്യത്തിന് ഋതിക മേഡത്തിന് സന്തോഷം വേണ്ടിയാകുമ്പോ, ഈ ജയൻ ഏതറ്റം വരെയും പോവില്ലേ? വേണു, താൻ വിഷമിക്കണ്ടോ. എല്ലാം താൻ വിചാരിക്കുന്നത് പോലെയും ആഗ്രഹിക്കുന്നത് പോലെയും നടക്കും. രാജുവിനെ കൊണ്ട് ഋതിക മേഡത്തെ വിവാഹം കഴിപ്പിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. അവന്റെ ജാതകവശാൽ രാജകുമാരിയെ പോലെ ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കുന്നതായിരുന്നു. ആരായിരിക്കുന്ന ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഋതിക മേഡത്തെ കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോ എന്റെ നെഞ്ചൊന്നാളി. വർമ്മ സാറിന് അവരോടുള്ള വിരോധം മാറിയെങ്കിലും രാജുവിന്റെയും ഋതികയുടെയും ജാതകം തമ്മിൽ ചേർത്ത് നോക്കിയപ്പോ അവര് തമ്മിൽ ചേർച്ചയുണ്ടെങ്കിലും അവർക്ക് ചുറ്റും തടസ്സങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വലിയൊരു വലയം തന്നെയുണ്ട്. അതൊക്കെ മാറണമെങ്കിൽ അവരെ തമ്മിൽ ശരിക്കും വിവാഹം കഴിപ്പിച്ച് മനസ്സുകൊണ്ട് രാജു ഋതിക മേഡത്തെ ഭാര്യയെ അംഗീകരിച്ചതിന് ശേഷം കുടുംബത്തില് അവർക്ക് വേണ്ടി വിശേഷ പൂജ നടത്തണം. ഒക്കെ നടക്കൂടോ, താൻ സമാധാനിക്കേ. അതെ അച്ഛാ. അച്ഛാ, ആദ്യം നമുക്ക് വിവാഹം പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യാം. പിന്നെ പതിയെ രാജുവിന്റെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം.
നിങ്ങൾ രണ്ടാളും കൂടെയുള്ളതാ എന്റെ ബലം. കുറച്ചൊന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു ബ്യൂട്ടീഷ്യനൊക്കെ വിളിച്ചു വരുത്തി ഋതിക മോളെ ഒന്ന് ഒരുക്കായിരുന്നു. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി എടുക്കുന്ന ഫോട്ടോ അല്ലേ? എന്ത് ഫോർമാലിറ്റി ആണെങ്കിലും രാജുവും ഋതിക മോളും തമ്മില് വിവാഹ വേഷത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആദ്യമായിട്ടല്ലേ നമ്മൾ എടുക്കാൻ പോകുന്നേ. അപ്പോ അത് അതിന്റേതായ രീതിയിൽ വേണ്ട എടുക്കാൻ. ഇതിപ്പോ പ്ലാൻ ചെയ്തൊന്നും അല്ലല്ലോ അമ്മേ. അമ്മ ഒന്ന് നോക്കിക്കേ, എന്താ ഋതികയ്ക്ക് ഒരു കുറവ്? സുന്ദരിയായിട്ടില്ലേ? ഋതികയ്ക്ക് എങ്ങനെ ബ്യൂട്ടീഷ്യനെ വിളിച്ച് മേക്കപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഋതിക സുന്ദരിയല്ലേ? ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാടി പ്രിയേ. പ്രിയച്ചി, ഈ മാല ഒക്കെ അല്ലേ? അതൊക്കെ ഓക്കെയാ. സാരി നല്ലായിട്ട് ചേരുന്നുണ്ട്, സുന്ദരിയാ. ആ പെണ്ണ് റെഡിയായി. അളിയനോടെ അളിയനോടെ അവനുള്ള ഡ്രസ്സ് ഞാൻ തേച്ചു കൊടുത്തതാ. മുറിക്കകത്ത് കയറിയിട്ട് കൊറേ നേരമായി, അനക്കൊന്നുമില്ല. എന്താണ്? ആ അളിയാ, അളിയോ, അളിയാ, എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു? വാ അളിയാ, വാന്നേ, വാ അളിയാ, വാ ഇങ്ങോട്ട്. ആ അങ്ങനെ അളിയിലും റെഡി ആയിട്ടുണ്ട്. ഇനി ഫോട്ടോഗ്രാഫർ കൂടി വന്ന് ഫോട്ടോ എടുത്ത ആ കടമ്പയും കടക്കായിരുന്നു. കടമ്പയോ? അത് പിന്നെ രഥമേ, വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന വരെ എനിക്കാകെ ഒരു ടെൻഷനാ. എന്തിനു? അല്ല, അത് പിന്നെ വിവാഹം രജിസ്റ്റർ ചെയ്താലല്ലേ വിസ കിട്ടൂ. എങ്ങാനും രജിസ്ട്രേഷൻ ലേറ്റ് ആയാലോ? അയ്യോ ഭഗവാനെ, ലേറ്റ് ആയാ മതിയായിരുന്നു. ഒന്നും ലേറ്റ് ആവില്ല, ഒരു കാര്യത്തിനും ഒരു തടസ്സവും ഉണ്ടാവില്ല. ആ എല്ലാ കാര്യവും രാമകൃഷ്ണൻ വിളിച്ച് ഏർപ്പാടാക്കി ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ നമുക്ക് വെച്ച് താമസിപ്പിക്കണ്ട. ഫോട്ടോഗ്രാഫർ ഏട്ടാ, ഫോട്ടോ എടുത്തോട്ടെ. ആയിക്കോട്ടെ. ആ അല്ലച്ച, ചെക്കനും പെണ്ണിനും മാലയോ ഹാരയോ വാങ്ങിയില്ലല്ലോ. അതൊന്നും വേണ്ട, എല്ലാം ഫോട്ടോഗ്രാഫർ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അതെ, കാര്യങ്ങളൊക്കെ വേണിച്ചേട്ടൻ പറഞ്ഞു. ഇനിയിപ്പോ മാലയൊക്കെ വാങ്ങാൻ ടൗണിൽ പോയി സമയം കളയുന്ന എന്തിനാ? എനിക്കൊരു അസിസ്റ്റന്റ് പയ്യനുണ്ട്, ഉഗ്രൻ എഡിറ്ററാ. പൂമാലയൊക്കെ അവനെ എഡിറ്റ് ചെയ്ത് കയറ്റിക്കൊള്ളു. ചെക്കനും പെണ്ണും ഒന്ന് പോസ് ചെയ്ത് നിന്നാ മതി. ചെക്കനും പെണ്ണൊക്കെ എപ്പോഴാ റെഡി? അളിയാ, നിങ്ങളൊന്ന് അടുത്ത് നിന്ന് ചേർന്ന് പ്രിയ മാറി ചേർന്ന് കയറില്ല കയറില്ല. കുറച്ചുകൂടെ. ആ ചിരിച്ചോണ്ട് തിരിച്ചോ, എടുത്തെടുത്തോ. ആ ചിരിച്ചോ. ആ ഒന്ന് സ്മൈൽ ചെയ്തേ. ആ റെഡി? ഓക്കെ. ഇനി ഒരു പോസ് കൂടി. അതെന്തിനാ? ഒരു ഫോട്ടോ പോരെ അപേക്ഷ കൊടുക്കാൻ? എന്തായാലും ഫോട്ടോഗ്രാഫർ വന്നല്ലേ അളിയാ, പുള്ളി പറയുന്നത് പോസ് ചെയ്. ചെക്കൻ പെണ്ണിന്റെ തോളിൽ കയറ്റ് നിന്നേ. സന്തോഷത്തോടെ ഒന്ന് ചേർന്ന് നിന്നേ. ഏയ് അതൊന്നും ശരിയാവില്ല. ഇങ്ങനെ നാണിക്കല്ലേ അളിയാ. ആ കൈ എടുത്ത് തോളിലോട്ട് ഇട്. ഇട്. നിക്ക് മോനെ. ചേർന്നില്ല ചേർന്നില്ല. ചേർന്ന്. ഇനി ഒരു പോസ്റ്റ് കൂടെ ഉണ്ടേ. അളിയെ നിർത്തിക്കാൻ വേണോ? മുഖത്തോട് മുഖം നോക്കി പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അളിയതേ, ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടോ. നീ ജയം പറയുന്ന പോലെ നിക്കടാ. അമ്മേ, ഈ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇത് എന്തൊരു കഷ്ടമാണ്. അളിയ, അച്ഛനെ വിഷമിപ്പിക്കല്ലേ, അറിയാലോ.
ശരി. കെട്ടിപ്പിടി കെട്ടിപ്പിടി ആ, ചേർന്ന് നിക്ക്. മുഖത്തോട് മുഖം. സന്തോഷത്തോടെ. ആ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. റെഡി? ഓക്കെ. ആ, ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുത്താലോ? അത് ശരിയാണല്ലോ. അച്ഛാ അമ്മയോ വാ വാ വാ, ചേർന്നില്ല വാ. അടുത്തോട്ടൊന്നോ, അടുത്തോട്ട്. രമ്യ രമ്യ വരുന്നില്ലേ? നിങ്ങളുടെ ഫാമിലി ഫോട്ടോ അല്ലേ, ഞാനെന്തിനാ? ഓ, രമ്യ ഞങ്ങളുടെ ഹൗസ് ഓണർ അല്ലേ? ഓ, നിക്കുന്നേ. വേണ്ട. വേണ്ടെങ്കി വേണ്ട, വാ. ചേട്ടാ ഫോട്ടോ എടുക്ക. റെഡി? ഹലോ. ആ, ഹലോ അംബിക മാഡം. പറ രമ്യ. അംബിക മാഡം, ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ രമ്യ? നീ കാര്യം പറയ്. രാജുവിന്റെ ഹൃതികയുടെ വിവാഹം ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവാന്ന്. നീ എന്താ ഈ പറയുന്നേ? സത്യാണ് അംബിക മാഡം. അവരെല്ലാവരും വെൽ പ്ലാൻഡാ. ഒന്നിന് പിറകെ ഒന്നായി പിന്നെയും തലവേദനകൾ വന്നോണ്ടിരിക്കുവാണല്ലോ രമ്യ. ഇതിപ്പോ ആർക്കാ അവരുടെ വിവാഹം ലീഗലാക്കി മാറ്റാൻ ഇത്ര ധൃതി? വേറെ ആർക്കാ? രാജുവിന്റെ അച്ഛന്. ആ പന്നക്കിളവന് എന്തിന്റെ ഏനക്കേടാ? ആ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, രാജു അതിന് സമ്മതിച്ചോ? രാജുവിന് എന്തോ ജോലിയുടെ കാര്യത്തിന് മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് രാജുവിനെ നിർബന്ധിച്ച് അവര് സമ്മതിപ്പിച്ചു. അംബിക മേഡത്തിനെ ഇനി എന്തെങ്കിലും ചെയ്യാനാവൂ. അംബിക മേഡം എങ്ങനെയെങ്കിലും ഈ വിവാഹ രജിസ്ട്രേഷൻ മുടക്കണം. ശരി. എന്താ അമ്മേ? മൊത്തം പരീക്ഷണങ്ങളാണല്ലോ മോനെ. എന്തുപറ്റി? രാജുവിന്റെയും ഹൃതികയുടെയും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോവാണെന്ന്. ആര്? വേറെ ആരാ? അവരുടെ വീട്ടുകാർ തന്നെ. അവർക്കിത് എന്തിന്റെ കേടാ? അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്താ പിന്നെ ഒന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല മോനെ. ആ രജിസ്ട്രേഷൻ നടക്കാൻ പാടില്ല. ഇല്ലമ്മേ, എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ നടക്കില്ല. ഞാനതിനെ സമ്മതിക്കില്ല. ദീപകെ, ആവേശം വേണ്ട, എടുത്തു ചാടരുത്. സമാധാനമായിട്ട് നമുക്ക് ആലോചിച്ച് ആ രജിസ്ട്രേഷൻ മുടക്കാം. അതെ ചേട്ടാ, ഇതിലെ പഞ്ചായത്ത് ഓഫീസ്. അതെ. ഈ വിവാഹ രജിസ്ട്രേഷൻ ഒക്കെ നടക്കുന്നത് എവിടെയാ? ഏത് സെക്ഷനാണെന്ന് അറിയില്ല, അകത്ത് ചോദിച്ചാൽ മതി. അകത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ? ഇയാൾ ആരടാ? എവിടെ നിന്ന് വരുന്നുണ്ട്? ഹലോ, എക്സ്ക്യൂസ് മീ. പതുക്കെ. ഇവിടെ കിടന്നിങ്ങനെ ഒച്ച ഉണ്ടാക്കാനൊന്നും പാടില്ല. സോറി സർ. എന്താ കാര്യം? സർ, ഈ വിവാഹമൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന എവിടെയാ? വിവാഹം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാനാണോ? ആ അതെ. വിവാഹം നടന്നവരുടെ ആധാർ കാർഡ്, വിവാഹം നടന്നതിന്റെ പത്രം, വധൂവരന്മാരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വിവാഹ ഫോട്ടോ, ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അത് ശരി. അപ്പൊ തനിക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യണ്ടേ? അയ്യോ സാറേ, ഞാൻ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വന്നതല്ല. പിന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ വന്നതാണോ? അല്ല സർ, ഞാൻ നടക്കാൻ പോകുന്ന ഒരു വിവാഹ രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാ. നടക്കാൻ പോകുന്ന വിവാഹ രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണെന്നോ? ഇയാളാള് കൊള്ളാലോ. സംസാരിക്കുന്നതിനിടയിൽ സാറിന് കുടിക്കാൻ ചായയോ കോഫിയോ വല്ലതും വേണോ? ഒരു കോഫി ആവാ. മര്യാദക്ക് ഇറങ്ങി പൊക്കോണം. മനുഷ്യനോട് 100 കൂട്ടം ജോലിയുള്ളതാ. അതിനിടയ്ക്ക അവന്റെ ഒരു സമയം മെനക്കെടുത്തല്. ഇറങ്ങി പോണം മിസ്റ്റർ. സാറിങ്ങനെ ചൂടായാലും എങ്ങനെയാ? അല്ല, ഞങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ ഓഫീസ് നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോ ജനങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാനും നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾക്ക് ശരിക്കും എന്താ വേണ്ടേ? സാറിനും കൂടെ ഉപകാരമുള്ള ഒരു കാര്യ എനിക്ക് വേണ്ടത്. എന്ത് കാര്യം?
ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ഇവിടെയല്ലേ? അതെ, ഇവിടെയാ. എനിക്ക് അതിന്റെ ചാർജ്. സാറേ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നിവിടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനേ ഒരു കൂട്ടര് വരും. ആ വിവാഹം സാറ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കരുത്. എന്നിട്ട് വിവാഹ രജിസ്ട്രേഷൻ സാറ് മുടക്കി തന്ന സാറ് പറയുന്ന എമൗണ്ട് ഞാൻ തരാം. ഡോ, താൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നതേ ആരെങ്കിലും കേട്ടോണ്ടല്ലോ, അത് മതി എന്റെ പണി പോവാൻ. എന്റെ കഞ്ഞിൽ മണ്ണ് വാരിയിടാതെ ഒന്ന് ഇറങ്ങി പോടോ. സാറെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാന്നേ. തനിക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്താ വകുപ്പ് ഏതാണെന്ന് അറിയാലോ. എന്റെ സാറേ, ഈ വാശി ശരിയല്ല കേട്ടോ. സാറ് പറയുന്നത് കേട്ടാ തോന്നും ഇതെന്തോ തട്ടിപ്പോ വെട്ടിപ്പോണെന്ന്. ഒരു വിവാഹ രജിസ്ട്രേഷൻ മുടക്കാൻ ഇത്രയ്ക്ക് ഡിമാൻഡോ? അല്ല, നീ എന്താ ഇവിടെ? അമ്മാവ, അത് അമ്മാവനൊന്ന് വന്നേ. വാ. എന്താടാ? അമ്മാവ, അത് ഞാനൊരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വന്നതാ. രജിസ്ട്രേഷനോ? എന്ത് രജിസ്ട്രേഷൻ? അതമ്മാവ, എന്റെ ഫ്രണ്ടിന്റെ ഒരു കാര്യത്തിന് ഞാനൊരു സഹായത്തിനായി വന്നതാ. എന്നിട്ട് ഫ്രണ്ട് എവിടെ? അവൻ പുറത്തുണ്ട്. അമ്മാവ, രജിസ്ട്രേഷന്റെ കാര്യം ഇന്ന് തന്നെ നടത്താൻ അമ്മനൊന്ന് റെക്കമെൻഡ് ചെയ്യാമോ? അവന് നാളെ ഹൈദരാബാദ് പോവേണ്ടതാ. തരികടയൊന്നുമില്ലല്ലോ? അയ്യോ, അല്ല അമ്മാവ. സർ, ആ, ഇതെന്റെ അനന്തരവനാ. എന്താണെന്ന് വെച്ചാ ഇവൻ പറയുന്ന പോലെ ചെയ്തു കൊടുത്തേക്ക്. ശരി സർ. അല്ല, സെക്രട്ടറി അകത്തുണ്ട് സർ. അമ്മാവൻ പറഞ്ഞാ കേട്ടല്ലോ. കേട്ടു സർ. ഇനി ഞാൻ പറയുന്നത് താൻ കേൾക്കണം. ശരി സർ. അച്ഛാ, ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടടാ, നിങ്ങൾ നടക്ക്. ചെല്ല് ചെല്ല്. സാറേ, നമസ്കാരം. നമസ്കാരം. രാമകൃഷ്ണൻ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ കുട്ടികളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യം? അതെ. ഇതെന്റെ മകൻ രാജു, ഇത് മരുമകൾ ഋതിക വർമ്മ. വിവാഹം ഏത് ക്ഷേത്രത്തിൽ വെച്ച് നടന്നു എന്നാ പറഞ്ഞേ? ഇവിടെ കാവുംപടി ക്ഷേത്രത്തിൽ വെച്ച്. രാമകൃഷ്ണനോട് ഞാൻ പറഞ്ഞിരുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ? ഓ സാർ. ഡോക്യുമെന്റ്സും ഈ വെഡിങ് ലെറ്റർ എല്ലാം ഉണ്ട്. വിവാഹ ഫോട്ടോ? അച്ഛാ, ഫോട്ടോ കവറിലുണ്ട്. ഈശ്വര, ജീവിതത്തിൽ ഇന്ന് വരെ കള്ളം ചെയ്തിട്ടില്ല, എന്നോട് ക്ഷമിക്കണേ. എന്താ മുഖമല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇത് ക്ഷേത്രത്തിൽ വെച്ചെടുത്ത ഫോട്ടോ അല്ലല്ലോ. അതെ സാർ. ഞാനെന്താണോ കണ്ണൂട്ടനാണോ? ഇത് വീടിനകത്ത് വെച്ചെടുത്ത ഫോട്ടോ ആണെന്ന് കണ്ടാൽ അറിയാലോ.
വീടിനകത്തോ? ഏശ്ശെ, സാരെന്തായി പറയുന്നത്? അങ്ങനെ നുണ പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞെന്നാ ഈ ഡോക്യുമെന്റ്സിലുള്ളത്. വിവാഹം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ എന്താ എത്രയും താമസിച്ചത്? അത് വിവാഹം കഴിഞ്ഞിട്ട് പിന്നീട് ആകട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നീണ്ടങ്ങ് പോയി. അതുകൊണ്ടാ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ധൃതിയും നിങ്ങളുടെ വരവും ഈ ചേട്ടന്റെ ആദ്യം പരവേശമൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. സത്യം പറയേ, ഇവര് തമ്മിലുള്ള വിവാഹം നടന്നു തന്നെയാണോ? അതെന്താ സാറേ അങ്ങനെ ചോദിച്ചേ? ഈ വിവാഹം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥൻ നിലവിൽ ഞാനാ. പക്ഷേ എനിക്ക് ഇവരുടെ വിവാഹം നടന്ന് യാതൊരു വിശ്വാസവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ താലൂക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം രജിസ്റ്റർ ചെയ്യാം. ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് ഒരു 15 ദിവസം കാത്തിരിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ ആ വഴിക്കൊന്ന് ട്രൈ ചെയ്യൂ. സാറേ, അങ്ങനെ പറയരുത്. ഇതെന്റെ മോന്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയാ. സാറ് ഞങ്ങൾ കൈവിടരുത്. എത്രയും വേഗം ഈ വിവാഹം രജിസ്റ്റർ ചെയ്ത് തന്നാ ഞങ്ങൾക്ക് ഇവർ രണ്ടാളെയും വിദേശത്തേക്ക് അയക്കായിരുന്നു. ഓ, അത് ശരി. അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് ഉദ്ദേശം. ഫാമിലി വിസയ്ക്ക് വേണ്ടിയുള്ള ഉടായിപ്പാണ്.